ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നു. ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ നാത്തൂൻ്റെ വീട്ടിലാണ് കേട്ടോ, ജസ്നാത്താടെ വീട്ടിലാണ്. ഇന്നലെ രാത്രിയൊക്കെ ഗംഭീര ഇടിയും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നേരെ വെളുത്ത് നോക്കുമ്പോൾ ചുറ്റുപാടൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. കുറേ ദിവസമായിട്ട്, കുറേ മാസങ്ങളായിട്ട് ചൂടും വേനലും വെയിലൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ ഒരു മഴ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി. എനിക്കാണെങ്കിലോ മഴയണച്ചെങ്കിൽ ഒരു പ്രത്യേക സന്തോഷവും എനർജിയൊക്കെയാണ്. അപ്പോൾ രാത്രി മഴ പെയ്തപ്പോഴേ ഞാൻ ഫുള്ളി ഹാപ്പി ആയിരുന്നു. അപ്പോൾ നേരെ വെളുത്തപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ആസ്വദിക്കാൻ വേണ്ടി, ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ജസ്നാത്താടെ വീട്ടിലായ കാരണം പിന്നെ നമുക്ക് മൊത്തത്തിലുള്ള യാതൊരു വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതായത് രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇത് അങ്ങനത്തെ ഒന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ആസ്വദിച്ച് തന്നെ എഴുന്നേറ്റ് വന്നു, പിള്ളേരുടെ കൂടെ ഒക്കെ ഇരുന്നു, ചുറ്റുപാടൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ പതിയെ കാര്യങ്ങൾ കൊണ്ടുപോയാൽ മതി. ഇപ്പോഴാണെച്ചെങ്കിലേ ഇക്കാക മീൻസ് ആച്ചിലു ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ആദമും ചെയ്യുക. ആച്ചിലുക്കാക എന്താണോ ചെയ്യുന്നത് അതൊപ്പം നിന്ന് അവനും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇക്കാക ചാടിയ അവനും ചാടും, ഇക്കാക ഓടിയ അവനും ഓടും എന്ന നിലക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഈ മഴയൊക്കെ പെയ്ത കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചുറ്റുപാടൊക്കെ നനഞ്ഞ് കുതിർന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. എനിക്ക് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കാനും അത് ആസ്വദിക്കാനും ഈ പ്രകൃതിയുടെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾക്ക് കുട്ടികളും പിള്ളേരൊക്കെ ആയ കാരണം നമുക്ക് എന്താ പറയുക, അത് നോക്കാനും ഇരിക്കാനും ഒന്നും സമയം കിട്ടാറില്ല. പക്ഷേ ഇവിടെ ആയ കാരണം ഞാൻ ഏകദേശം എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു പ്രതീതി തന്നെയാണ്. നമുക്ക് വേറെ കാര്യങ്ങളൊന്നും അങ്ങനെ വല്ലാണ്ട് തലയിട്ട് നോക്കേണ്ട ആവശ്യമില്ല, കുട്ടികളെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ആദമ് ഉറങ്ങിയതിന് ശേഷം അതിൽ കൂടെ ഒക്കെ ഒന്ന് നടന്ന് മൊത്തത്തിലൊന്ന് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര പേർക്ക് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മഴയും വെള്ളമൊക്കെ ആസ്വദിച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു സീനൊക്കെ നമ്മൾ സിനിമയിൽ പാട്ടിലൊക്കെ കാണുന്ന പോലത്തെ പൂവൊക്കെ മെല്ലെ ആസ്വദിച്ച് നുള്ളിയെടുത്ത് അതിൻ്റെ നിറവും മണമൊക്കെ ആസ്വദിക്കുന്ന ഈ ഒരു സീന്, ഇതൊക്കെ റിയാലിറ്റിയിൽ ശരിക്കും നമ്മളെ റിയാലിറ്റിയിൽ ഇതിനൊന്നും സമയമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ, പക്ഷെ എനിക്ക് സമയമില്ല എന്ന് ആയത് കാരണമാണ്. പിന്നെ നമ്മൾ പ്രാരാബ്ദും കുട്ടികളെ മക്കളൊക്കെ ആയ കാരണം നമ്മളെ ചുറ്റുപാടും സാഹചര്യങ്ങളൊക്കെ വേറെ ഏതോ വഴിയിലൂടെ പോയി. അപ്പം ഇതിനൊക്കെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാനതൊക്കെ ഒന്ന് തട്ടിയെടുത്തു എന്ന് മാത്രം. ഇതൊരു ക്രിഞ്ചായിട്ട് നിങ്ങൾ കാണരുത്. പിന്നെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൊട്ടിൽ കെട്ടാനാണ്. ആദുട്ടൻ പകലൊക്കെ തൊട്ടിയിൽ തന്നെയാണ് ഉറങ്ങുക. അവന് ബെഡിൽ ഉറങ്ങിയില്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അവന് ഉറക്കങ്ങ് ശരിയാവാറില്ല. കുറേ നേരം ഉറങ്ങാതെ അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് രാവിലെ ഉറങ്ങുമ്പോൾ തൊട്ടിയില്ലാത്ത കാരണം അവൻ്റെ ഉറക്കം അങ്ങ് സെറ്റായില്ല, പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഒരു തൊട്ടി കെട്ടാം. ആച്ചിലു ചെറിയ കുട്ടിയായിട്ട് നമ്മളിവിടെ നിൽക്കാൻ വരുമ്പോഴും ഇവിടെ തന്നെ നമ്മൾ തൊട്ടി കെട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ആദപ്പനും ഒരു തൊട്ടി കെട്ടുകയാണ്. പിന്നെ ആദുവിനെ ഉറക്കിയതിന് ശേഷം പിന്നെയും എൻ്റെ അടുത്ത പ്രാന്ത്, അതായത് ആസ്വദിക്കുന്ന പ്രാന്ത് ഉണ്ടല്ലോ. എനിക്കിവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതുകൊണ്ടാണ് പിന്നെ ഞാൻ മേലെ കയറി വന്നിരുന്ന് കുറച്ച് പാട്ടൊക്കെ പാടി. എനിക്ക് എന്തിൻ്റെ സൂക്കേടാണ് എനിക്ക് വീഡിയോ ഇപ്പം കാണുമ്പോഴാണ് തോന്നുന്നത് എന്തൊക്കെയാണ് ഞാൻ ചെയ്ത് കൂട്ടുന്നത്. പക്ഷെ അന്ന് വെയിലും വേനലൊക്കെ കഴിഞ്ഞൊരു മഴ പെയ്തപ്പോൾ എനിക്കെന്തോ ഏതാണ്ട് എന്തൊക്കെയോ പിരിയിളകിയ അവസ്ഥയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുന്നംകുളമൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു. അതൊക്കെ പോയി വന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, അത് കുറച്ച് റഷായിട്ടുള്ള സമയമായിരുന്നു. പോയി വന്നു, ഫുഡ് അടിച്ചു. ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പണിയും ചെയ്യില്ലേ, നാത്തൂനൊന്ന് സഹായിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. അന്നത്തെ ദിവസം കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ആദ്യം ഉറങ്ങിയതിന് ശേഷം ഞാൻ കുറച്ചു നേരം വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരുന്നതാണ്. അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരുന്നു. 2 മൂളിപ്പാട്ടൊക്കെ പാടിയപ്പോൾ എനിക്കൊരു പാട്ടങ്ങ് പാടണം തോന്നി. അങ്ങനെ ഞാനിരുന്നൊരു പാട്ടങ്ങ് റെക്കോർഡ് ചെയ്തു. ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങളാണ്. അപ്പോൾ എൻ്റെ മൂടൊക്കെ അങ്ങ് ഉണർന്നു വന്നപ്പോൾ ഞാൻ വല്ലാണ്ട് അങ്ങ് ഗായികയായി മാറിയതാണ്. കളിയും ചിരിയും നിറയും കനവിൽ ഇളനീരൊഴുകി കുളിരിൽ കടലും വെയിലും പുണരും തൊടിയിൽ
മിഴികൾ പായുന്നു കൊതിയിൽ, കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ പടവിൽ. കാത്തിരിപ്പൂ വിങ്ങലല്ലേ, കാലമിന്നോ മൗനമല്ലേ, മൗനം തീരല്ലേ. ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് വന്നപ്പോൾ തന്നെ ആദുട്ടിയുടെ ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഒരു പാട്ട് എന്ന് വെച്ചാൽ ഒരു ഷോർട്സിനുള്ള പാട്ടേ ഉള്ളൂ, പക്ഷെ അത് റെക്കോർഡ് ചെയ്ത് അങ്ങ് കുറേ നേരം കഴിഞ്ഞു. അപ്പം അങ്ങനെ അവൻ എഴുന്നേറ്റപ്പോൾ പിന്നെ ഞാൻ അവൻ്റെ പിന്നാലെ ഇറങ്ങി. ഇവിടെ വന്നപ്പോൾ ആദുവിന് ഏതാണ്ട് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ്. കാരണം നമ്മുടെ വീട്ടിൽ അവനെ മിക്കതും അകത്ത് പൂട്ടിയിടും. അല്ല, ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരാൾ കൂടെ വേണമല്ലോ. ഇവിടെ ആണെച്ചെങ്കിൽ ഡോറൊക്കെ എപ്പോഴും ഓപ്പണാണ്. പിന്നെ വലിയ മുറ്റുണ്ട്. കുട്ടികളൊക്കെ ഉള്ള കാരണം പിന്നെ നമ്മൾ അങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഉള്ളിൽ ഇടാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ അവനക്ക് ഏതാണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഈവനിങ് മുറ്റത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണ് ഈ മയിലിൻ്റെ സൗണ്ട് കേട്ടത്. സൗണ്ട് പിന്നെ പറമ്പിൽ നിന്നൊക്കെ മിക്ക സമയത്തും കേൾക്കാറുണ്ട്. ഇവിടെ ഇവർക്ക് മയിലിനെ യാതൊരു എന്താ പറയുക എപ്പോഴും കാണുന്നത് അത്ര എപ്പോഴും പറമ്പിലും വീടിൻ്റെ മുകളിലൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ കണ്ടു നോക്കുമ്പോൾ ഭയങ്കര തൊരയിൽ, അതും നല്ല മയിലൊക്കെ ഉള്ള മയിലെല്ലാം പീലിയുള്ള മയിലാണല്ലോ. അപ്പം അതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അതിൻ്റെ പിന്നാലെ നടന്നു. അത് മേലെ ഇരിക്കുന്ന കണ്ടു നോക്കുമ്പോൾ മേലെ വന്നാൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മേലെ വന്ന് നോക്കുമ്പോൾ ആളെന്നെ പറ്റിച്ചു, താഴേക്ക് ഇറങ്ങിപ്പോയി. സാരല്ല, ഇനിയും നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പം ഇതൊക്കെ ആയിരുന്നു നമ്മുടെ അല്ല എൻ്റെ ഒരു ദിവസത്തെ നാത്തൂൻ്റെ വീട്ടിലത്തെ ഹാലൊക്കെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. ടാറ്റാ.